പച്ചരി, പുഴുക്കലരി, അട്ടയരി. ആട്ടക്ക് മാത്രമല്ല പൈസ കൊടുക്കണ്ടോ, ബാക്കിയെല്ലാം നമുക്ക് ഫ്രീ അല്ലേ? VPL ഫ്രീ അല്ലേ? ഗൈസ്, ഇന്നൊരു സംഭവം ഞാൻ കാണിച്ചതാ, നോക്കിക്കോ. എന്തെന്ന് മനസ്സിലായ? ഇതാണ് റേഷൻ കാർഡ്. ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ ചിലപ്പോൾ കാണാൻ ചാൻസ് കുറവായിരിക്കും ഈ സാധനം. ഇത് പിങ്ക് കളറായിട്ടാണ് വരുന്നത്, 2-3 കളറിൽ വരുന്നുണ്ട്. BPL കാർഡ് എന്നാണ് ഇതിനെ പറയലട്ടാ. ഇത് ഇങ്ങനെ വീടിന്റെ അവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക വരുമാനം നോക്കിയിട്ടാണ് റേഷൻ കാർഡിന്റെ കളർ മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ്, അപ്പൊ ഈ റേഷൻ കാർഡ് ഇവിടെ കാണിക്കാൻ കാരണം ഈ മാസത്തെ അരിയും പഞ്ചസാരയും ചുമണിയെല്ലാം മേടിക്കാൻ സമയമായി. നമുക്ക് ഈ കാർഡിൽ റേഷൻ കാർഡിൽ പോയിട്ട് എന്തെല്ലാം ഇല്ലേ നോക്കാം, അതിന്റെ അത് മേടിച്ചിട്ട് വരാം. ബാ ഗൈസ്, റേഷൻ കടയിൽ പോകുമ്പോൾ നമുക്ക് 2 ഗാഡ്ജറ്റ് വേണം. അതായത് 2 ചാക്ക് അല്ലെങ്കിൽ 1 ചാക്ക്. എനിക്ക് 1 ചാക്ക് സപ്ലൈക്കോ എൻ്റെ റൂമിനുള്ളിൽ നിന്ന് കിട്ടി. അതെടുത്തിട്ട് മടക്കിയിട്ട് റേഷൻ കാർഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡിക്കിയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് നേരെ വിട്ടു റേഷൻ കടയിലേക്ക്. വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പൊതുവിതരണ കേന്ദ്രം റേഷൻ കടയിലേക്ക് ഞാനെത്തി. മെയിൻ ഒരാളും കൂടെ ഒരു ഹെൽപ്പറും കൂടി ഉണ്ടാവും. റേഷൻ കാർഡ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അരിയും സാധനങ്ങളെല്ലാം ഈ കുഞ്ഞു മിഷനിൽ ടൈപ്പ് ചെയ്യും. കാർഡിലുള്ള ഒരു അംഗത്തിന് ഇതുപോലെ വിരൽ വെച്ച് കഴിഞ്ഞാൽ അരിയും സാധനം കിട്ടും. ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും നിങ്ങൾക്ക് തരാനുള്ള ഡീറ്റെയിൽ ഈ ബോർഡിലുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടത് പൂങ്ങലരിയും പച്ചരിയുമാണ്. ദോശ ഉണ്ടാക്കുക, ചോറും വെക്കുക, അത്രയേ ഉള്ളൂ. ഈ 2 ടൈപ്പ് അരിയും നമുക്ക് ഫ്രീ ആയിട്ട് BPL കാർഡിന് കിട്ടി. ഇതിന്റെ ചാക്കുമായിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇത് പൂങ്ങലരി, ഇത് പച്ചരി. അപ്പൊ ചാക്കുന്ന ഒരു ഗ്ലാസ് ഫ്രഷ് അരി എടുത്തിട്ട് കഴുകിയിട്ട് തീമ വെച്ചിട്ട് ചോറാക്കിയിട്ട്, ചോറ് വേണ്ട കഞ്ഞിയാക്കിയിട്ട് കുടിക്കുക ഗൈസ്. ദേഹബന്ധുന്ന ചൂട് ചൂട് കഞ്ഞിയും കുടിക്കുമുണ്ടല്ലോ സ്വർഗം. ഓഹ് പൊളി.